പ്രകൃതിയിൽ ജനിച്ച് പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഈ ഹരിതപ്രപഞ്ചം തന്നെ ആരോഗ്യപൂർണമായ ജീവിതത്തിനുള്ള ആഹാരം ഒരുക്കിയിട്ടുണ്ട്. ഇതേ പ്രകൃതിയിൽ നിന്നു തന്നെയാണ് പ്രാചീന ആയുർവേദ ആചാര്യന്മാർ ആഹാരം തന്നെയാണ് ഔഷധം എന്ന ആശയം സ്വരൂപിച്ചത്. താളും തകരയും ചുണ്ടയും ചീരയുമെല്ലാം ആഹാരം മാത്രമല്ല ഔഷധം കൂടിയാണെന്ന് പഴയകാലത്തെ നാട്ടിൻപുറത്തുകാർക്ക് പോലും അറിവുണ്ടായിരുന്നു. അതാത് കാലങ്ങളിൽ പ്രകൃതിയിലുണ്ടാവുന്ന സസ്യങ്ങളും ഫലങ്ങളും അതാതു കാലത്തെ കാലാവസ്ഥയ്ക്കും ശരീരപ്രകൃതിക്കും യോജിച്ചതാണെന്ന് അറിവുള്ളവർ അന്നുണ്ടായിരുന്നു. ആരോഗ്യ പരിരക്ഷയെക്കുറിച്ചും ആരോഗ്യകരമായ ആഹാരശീലങ്ങളെക്കുറിച്ചും ആയുർവേദത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആഹാരത്തിൻ്റെ പറയുമ്പോഴേ ആഹാരത്തിൻ്റെ ചിട്ടയാണ് കൂടുതൽ പറയുന്നത്. ആഹാരത്തിൻ്റെ ചിട്ട എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ ആൾക്കാർ പറയാറുണ്ട്, ഒരു നേരം ഭക്ഷണം കഴിക്കണവർ, 2 നേരം ഭക്ഷണം കഴിക്കണവർ, 3 നേരം ഭക്ഷണം കഴിക്കണവർ. അത് ഏറ്റവും ദോഷമായിട്ടുള്ളത് 3 നേരം ഭക്ഷണം കഴിക്കുന്നതാണ്. 2 നേരം അത്രയില്ല, ഒരു നേരമാണ് ഭക്ഷണം പറയണത്. ആയുർവേദ ആചാര്യന്മാരുടെ അനുഷ്ഠാനങ്ങളും ആയുർവേദ ചിട്ടപ്രകാരവും ഇന്നത്തെ കാലത്ത് കൊണ്ടുനടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ രാവിലെ ഒന്നൊരു ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി, അങ്ങനെ ഈ പ്രിപ്പയർഡ് സാധനങ്ങളാണ്. ഈ സാധനങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷമല്ലാണ്ട് ഒരു ആരോഗ്യ സംരക്ഷണം പ്രതീക്ഷിക്കേണ്ട, ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ പണ്ടത്തെ ആചാര സൃഷ്ടിപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഒരു നേരം കഞ്ഞി, അതൊരു 10 മണിക്ക്, പിന്നെ രാത്രി എന്തെങ്കിലും കഴിച്ചാലായി ഇല്ലെങ്കിലില്ല. അങ്ങനെയാണ് പണ്ടത്തെ ഭക്ഷണ രീതി. ആ രീതിക്കനുസരിച്ചാണ് ചികിത്സാ സംവിധാനങ്ങൾ തട്ടിക്കൂട്ടിയിരിക്കുന്നത്. അന്നത് മതി. കാരണം വെറുതെ ഇരിക്കുന്നൊരു സമയം വളരെ കുറവാണ്. ദഹനക്കേടുണ്ടാവില്ല. കാരണം ഇന്ന് യാനാണ്. ഇന്ന് യാനം എന്ന് പറഞ്ഞാൽ വാഹനയാനാണെന്നുള്ളത്. അന്ന് വാഹനയാനല്ല, അന്ന് നടക്കുകയാണ്. ഭക്ഷണം സാധാരണത്തേക്ക് കൂടുതൽ ലേശം കഴിച്ചാലും കുറച്ച് കൂടുതൽ ദൂരം നടന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൻ്റെ ദഹനപ്രക്രിയ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആ പോഷകാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞു. പച്ചക്കറികളായാലും അതുപോലെ ഈവൻ അന്നും ഈ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ അത് നല്ല സാധനമായിരിക്കും, സ്വയം പാകം ചെയ്ത്. എങ്കിൽ അവരൊരിക്കലും വെറുതെ ഇരിക്കുന്നില്ല. അതുകൊണ്ട് ദഹനപ്രക്രിയ വളരെ കൃത്യമായിട്ട് നടക്കും. അത് കാരണം ആരോഗ്യം ഇന്നത്തെ അപേക്ഷിച്ച് പണ്ട് വളരെയധികം സംരക്ഷിക്കപ്പെട്ടിരുന്നു. പഴയകാലത്തെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ശാരീരിക അധ്വാനം കുറയുകയും ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനാണ് ഇക്കാലത്ത് രോഗങ്ങൾ കൂടുന്നത്. കാലവും സമയവും നോക്കാതെയുള്ള ഇന്നത്തെ ആഹാരശൈലിയല്ല പഴയകാലത്തുണ്ടായിരുന്നത് എന്ന അറിവ് നമുക്കൊരു പാഠമായി തീരേണ്ടതാണ്. ഞാറ്റുവേലക്കാലത്തും മറ്റും അതിനനുസരിച്ചുള്ള ഭക്ഷണശൈലി ഉണ്ടായിരുന്നു കേരളത്തിൽ. നമ്മളുടെ ആഹാര വിഹാരാദികൾ രോഗങ്ങളെ ഉണ്ടാക്കുന്നു. മനസ്സിനുണ്ടാകുന്ന ഇപ്പോൾ ആൾക്കാർ ടെൻഷൻ എന്ന് സാധാരണ പറയാറുണ്ട്, ടെൻഷൻ ഉണ്ടാക്കുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അതിൽ നിന്നും ശരീരത്തിലേക്ക് രോഗത്തെ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ശരീരവും മനസ്സും തമ്മിൽ ഭയങ്കരമായ ഒരു ബന്ധമാണുള്ളത്. ഇന്നത്തെ ചുറ്റുപാടിൽ ആൾക്കാരുടെ ജീവിതചര്യകളിലുണ്ടാകുന്ന വ്യത്യാസമനുസരിച്ച്, അവരുടെ പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസമനുസരിച്ച് പല രോഗങ്ങളും ഉണ്ടാകുന്നതിന് കാരണമാകും. നമ്മൾ അറിയാതെ തന്നെ ശ്വസിക്കുന്ന ഈ വായുവിൽ അനേകായിരം ടോക്സിക് അടങ്ങിയിട്ടുണ്ടാകും. ഇത് നമ്മളുടെ ബോഡിയിലേക്ക് കയറുകയും രോഗങ്ങളുണ്ടാക്കുകയും ചെയ്യും. ഇന്ന് പുതിയ പുതിയ വൈറസ് ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് വൈറൽ ഫീവർ ആകുന്നു, അല്ലെങ്കിൽ മറ്റ് വൈറൽ രോഗങ്ങളായിട്ട് മാറുന്നു. ഇങ്ങനെ നമ്മൾ കണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെ മാറ്റാൻ ആയുർവേദ രീതിയ സഹായിക്കുന്നുള്ളതാണ്. ആയുർവേദത്തിന് ഇതിന് പറയുന്ന രീതിയിലുള്ള ഔഷധങ്ങളെ കൊടുത്തിട്ട് ദോഷത്തെ കൊണ്ടുവന്ന് ഒരു ഭാഗങ്ങളിലേക്ക് ക്രമീകരിക്കുകയും അതിനെ ശോധിപ്പിച്ച് വെളിയിലും കളയുന്ന പൂർണ്ണമായ ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദത്തിനുള്ളത്. ആയുർവേദത്തിൽ റൂട്ട് ഔട്ട് ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ട്. സാധാരണ റൂട്ട് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ രോഗത്തെ ഉന്മൂല നാശം വരുത്തുക. അതാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ ശരിയായ രീതിയിൽ ആയുർവേദത്തിനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പലപ്പോഴും
രോഗങ്ങളുണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ അനേക വിധത്തിലുള്ള കാരണങ്ങൾ രോഗം ഉണ്ടാകുന്നതിന് കാരണമായിട്ട് ഭവിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു വൈദ്യന് കഴിയുമ്പോൾ മാത്രമേ ചികിത്സ പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ദിവസത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ആരോഗ്യവാനായിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്ന മൂഡ് വ്യത്യാസങ്ങൾ, അതായത് മാനസികമായിട്ട് രുചിയുടെ തരത്തിലുള്ള മൂഡ് വ്യത്യാസങ്ങളൊക്കെ ശരീരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ നിലനിർത്താനുള്ള സ്വാഭാവികമായിട്ടുള്ള നിയന്ത്രണമാണ്. അത് നമ്മൾ അനുസരിക്കുകയാണ് വേണ്ടത്. പക്ഷേ രോഗം വരുമ്പോൾ അങ്ങനെയല്ല. രോഗം ഇത്തരം ചോദനകളെയൊക്കെ ഓവർകം ചെയ്യും. അതായത് അത് ഓവർകം ചെയ്യുമ്പോൾ പിന്നെ രോഗം അത് ശരീരത്തിനെ ഭരിക്കാൻ തുടങ്ങും. സാധാരണ ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ അകത്തു നിന്നുണ്ടാകുന്ന ചോദനകൾ, നമുക്ക് താല്പര്യങ്ങൾ, നമ്മൾ അതിനനുസരിച്ചാൽ തന്നെ ഒരു പരിധി വരെ രോഗങ്ങളൊക്കെ തടയാൻ പറ്റും. പക്ഷേ പലപ്പോഴും രോഗികളിൽ, ഇപ്പോൾ പ്രമേഹ രോഗികൾ, പല രോഗികളിലും അങ്ങനെയല്ല. ആ രോഗം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയും പിന്നെ രോഗത്തിന് ഇഷ്ടമുള്ള, രോഗത്തിനെ വർദ്ധിക്കാൻ താല്പര്യമുള്ള വസ്തുക്കളോട് താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ രോഗികളെ സംബന്ധിച്ചിടത്തോളം അതിനാണ് വൈദ്യൻ്റെ നിർദ്ദേശം എന്നുള്ളത്. ആരോഗ്യവാനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈദ്യൻ്റെ നിർദ്ദേശം പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള വൈദ്യൻ്റെ നിർദ്ദേശം സ്വീകരിക്കുക പറ്റും. പുറത്ത് വൈദ്യൻ്റെ സഹായം ആവശ്യമില്ല. പക്ഷേ രോഗിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിയന്ത്രണം വിട്ടുപോവുകയും, അതായത് ഓരോ രോഗത്തിനനുസരിച്ച് ഇച്ഛകൾ, നമ്മുടെ താല്പര്യങ്ങളൊക്കെ അകത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവണം, ആ രോഗിയുടെ പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ നിഷ്കർഷകൾ ആവശ്യമായിട്ട് വരും. ഇന്നത്തെ അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നു. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളിൽ നിന്നുണ്ടാവുന്ന ചോദനകളൊക്കെ തിരിച്ചറിയാൻ പറ്റാതെ തുടങ്ങി. അപ്പോൾ അത് തന്നെ വേറൊരാൾ പറഞ്ഞു തരേണ്ട ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ ഇവരൊക്കെ ഓരോ കുട്ടികളുടെയും ശാരീരികമായിട്ടുള്ള സ്വഭാവത്തിനനുസരിച്ച് വൈവിധ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുകയും ഇത് ഇയാൾക്ക് നല്ലതാണ്, ഇത് ഇയാൾക്ക് ചീത്തയാണ് എന്നൊക്കെയുള്ള മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല രീതിയിൽ വൈദ്യനാണ്. വൈദ്യനടുത്ത് പോയി അവനവൻ്റെ ശാരീരിക സ്വഭാവങ്ങളെ മനസ്സിലാക്കുകയും അതിന് വേണ്ട രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഇതിന് ഇന്ന് കേരളത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ തന്നെ ഈ ഒരു സ്വഭാവം വളർന്നു വരുന്നുണ്ട്. ശരീരവും മനസ്സും തമ്മിലുള്ള ചേർച്ച പോലെ തന്നെയാണ് മനസ്സും ആഹാരവും തമ്മിലുള്ള ചേർച്ചയും. ശരീരവും മനസ്സും ആഹാരവും തമ്മിലുള്ള ഈ ബന്ധം അറിഞ്ഞിരുന്നവരാണ് പ്രാചീന ഭാരതീയർ. ഈ അറിവ് കൊണ്ടുള്ള ആരോഗ്യവും അന്ന് അവർക്കുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യം. ഇന്ന് ലോകം 1942 ശേഷം വളർന്ന വികസിച്ച സൈക്കോളജിയും ഫിസിയോളജിയും അതിൻ്റെ അടിസ്ഥാനം മുഴുവനും ചരകസംഹിതയിലെ ഒരു വരിയാണ്. ശരീര മനസോയോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയഭാവേന തപ്താജ്യ ഘടയോരിവ. അത്യുജ്വലമായൊരു സന്ദേശമാണ്. ഈ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതാണ്ട് 1.2 കോടി ഡോക്ടർമാർ ഏത് വിഷയത്തിൽ എടുത്താലും വിരോധമില്ല. അവർക്ക് അനുനിമിഷം അനുയോജ്യമായി കോട്ട് ചെയ്യാവുന്ന ഒരു സന്ദേശമാണ് ചരക മഹർഷി 2300 വർഷങ്ങൾക്ക് മുമ്പ് ചരകസംഹിതയിൽ നൽകിയത്. ശരീര മനസ്സോ യോഗ, ശരീരവും മനസ്സും പരസ്പരം യോഗം ചെയ്തിരിക്കുന്നു. യോഗം ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. പരസ്പരം അനുവ്രജേത്, പരസ്പരം ശരീരവും മനസ്സും പൂരകമായിട്ട് നിലനിൽക്കുന്നു. ആധാര ആധേയഭാവേന, ശരീരം എല്ലാത്തിൻ്റെയും ആധാരമാണ്. മനസ്സുൾപ്പെടെ, ചിന്തകൾ ഉൾപ്പെടെ, വീക്ഷണങ്ങൾ ഉൾപ്പെടെ, ധാരണകൾ ഉൾപ്പെടെ ഉള്ളതെല്ലാം നമ്മുടെ ആധേയമാണ്. ശരീരം ആധാരവും മറ്റുള്ളത് മനസ്സിലുള്ളതെല്ലാം ആധേയവുമാണ്. തപ്താജ്യ ഘടയോരിവ എന്നൊരു സന്ദേശം അതിനകത്തുണ്ട്. ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ നെയ്യിൽ നിന്ന് ചൂട് പാത്രത്തിലേക്ക് പോകും. ചൂടുള്ള പാത്രത്തിലേക്ക് തണുത്ത നെയ്യ് ഒഴിച്ചാൽ ചൂട് പാത്രത്തിൽ നിന്ന് നെയ്യിലേക്ക് വരും. ഇതേപോലെ ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങൾ മനസ്സിനെയും മനസ്സിൻ്റെ സുഖദുഃഖങ്ങൾ ശരീരത്തെയും ബാധിക്കുന്നു. ഈ ഒരു പ്രിൻസിപ്പിളാണ് ന്യൂ ഏജ് തെറപ്പി എന്ന് പറയുന്നതിൽ, NAT, ന്യൂ ഏജ് തെറപ്പി. അതുകൊണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന 657 കോടി ജനത ലോകത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിൻ്റെ നന്മയും
ശരീരത്തിൻ്റെ നന്മയുമാണ് ജീവിതത്തിൻ്റെ നന്മ എന്നറിയണം. മനസ്സിൻ്റെ നന്മയ്ക്ക് നന്മ നിറഞ്ഞ ചിന്താധാരയും ശരീരത്തിൻ്റെ നന്മയ്ക്ക് നന്മ നിറഞ്ഞ ആഹാരവുമാണ് വേണ്ടത്. ആ ആഹാരത്തിൻ്റേതാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സന്ദേശത്തിൻ്റെ അടിത്തറ പാകിയിരിക്കുന്നത്, നമ്മളുടെ ശരീരത്തിൻ്റെയും അടിത്തറ പാകിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ സാമൂഹിക ആചാരങ്ങളും ആഹാരത്തിനെ ഫോക്കസ് ചെയ്യുന്നു എന്നുകൂടി നമ്മളറിയാം.